MLAയുടെ ഡ്രൈവർ ബസ് ജീവനക്കാരെ മർദ്ദിച്ചു. ഉമാ തോമസ് MLAയുടെ ഡ്രൈവർ നവാസിനെതിരെയാണ് പരാതി. കാക്കനാട് മട്ടാഞ്ചേരി റൂട്ടിലോടുന്ന ബസ്സിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച രാത്രി 9:30 സംഭവം. ട്രിപ്പ് സമയവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കാക്കനാട് മട്ടാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന അലങ്കാർ ബസ്സിലെ ജീവനക്കാരെ ഉമാ തോമസ് MLAയുടെ ഡ്രൈവറും ഇൻഷ ബസിന്റെ ഉടമയുമായ നവാസ് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. ഒലിമുകൾ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് നവാസിന്റെ നേതൃത്വത്തിൽ തങ്ങളെ മർദ്ദിച്ചതെന്ന് ബസ്സിലെ കണ്ടക്ടറായ നൗഫലും ഡ്രൈവർ ആസിഫും പറഞ്ഞു. സംസാരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. വണ്ടിയുടെ സമയത്ത് ചെല്ലി വിളിച്ചു വരുത്തി അവർ കുറേ പിള്ളേരായിട്ട് വന്ന് തല്ലി. അവൻ ഓണറാണ്, ഉമാ തോമസിൻ്റെ ഡ്രൈവറാണ്. അവൻ സംസാരിക്കാൻ തന്നെ ഓണറുമാണ്, ഷെയറാറിനെ വേണ്ടിയാണ്. കുറച്ചൊരു ഷെയറാണ് വണ്ടിയിൽ. ഒരു 10-40 പിള്ളേർ വന്നിട്ട് ഞങ്ങളെല്ലാവരും തല്ലി. കയ്യിൽ നനക്കാൻ ഇവിടേക്ക് നീരാണ്. എൻ്റെ ഇവിടെ ഇടിച്ച് ഷർട്ട് ഇതെല്ലാം പൊളിച്ച്. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഇതുപോലെ ഗ്രൗണ്ട് സിഗ്നലിൽ വണ്ടി മുട്ടിച്ച് മിറർ കളഞ്ഞതാണ്. കഴിഞ്ഞ വർഷം സമാന രീതിയിൽ മറ്റൊരു ബസ് ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയാണ് നവാസ്. അന്ന് ഇതേപോലെ പമ്പിൽ വന്ന് ഈ സെയിം സ്ഥലത്ത് തന്നെ ഇതേപോലെ ഇവന്മാർ ഈ ഗ്യാങ്ങായിട്ട് വന്ന് ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നു. ഞാൻ വണ്ടി ഒന്ന് ഡീസൽ അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഡ്രൈവർ സീറ്റ് ചെയ്ത് ഇറങ്ങുന്ന പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് വണ്ടിമേറ്റ് അടിക്കലും വണ്ടിമേറ്റ് എൻ്റെ മേത്തിട്ട് തല്ലലും കാര്യങ്ങളായിരുന്നു. സൈഡിൽ നിന്ന് എന്നെ ചാടി കയറി പിടിച്ച് വലിച്ച് എന്നെ ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്ത് വലിച്ചിട്ടിട്ട് അടിച്ചതാണ്. എനിക്ക് ഈ സൈഡ് ചെവിക്ക് ഇപ്പോഴും കംപ്ലൈൻ്റ് ആണ്, കേൾവി കുറവുണ്ട്. മർദ്ദനമേറ്റ നൗഫലും ആസിഫും ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം തൃക്കാക്കര പോലീസിൽ പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ നവാസ് മുൻപ് SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. സംഘടനാ തലത്തിൽ നടപടിക്ക് വിധേയനായ നവാസ് പിന്നീട് ഉമാ തോമസ് MLAയുടെ ഡ്രൈവറായി തുടരുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.